നമുക്കിനി പുതിയ പുതിയ വർഷം വരാൻ പോവാ, പിറക്കാൻ പോവാ 2026. ഈ 2026 പുരോഗമനമൊന്നുമില്ല ആർക്കും. അതായത് 26 ഡിസംബർ കഴിഞ്ഞ് 26 പക്ഷെ ആരും മാറാൻ പോകുന്നില്ല ഗൈസ്. എന്താ അറിയോ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടിയല്ലേ. എവിടെ നോക്കിയാലും ഏതോ ഒരു വിധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. കൂടുതലും മീഡിയക്കാരാട്ടോ ചുമ്മാ അങ്ങനെ കച്ചറ ഉണ്ടാക്കുന്നത്, ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കണ്ടു ആളെ പേരെനിക്കറിയില്ല, എന്നൊരു വീഡിയോയിൽ കണ്ടതാണ്. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയിക്കൂടെ, നിങ്ങളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, മര്യാദക്ക് നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി. അതിനുശേഷം അയാളെ വേറൊരു വീഡിയോ കണ്ടു, കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, അവരെ കൂടെ കുടിച്ച് ആർമാദിച്ച് നടക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ കണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്, നമ്മൾ താമസിക്കുന്ന ഈ ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രമാണോ സ്വാതന്ത്ര്യത്തിന് പോരാടിയിട്ടുള്ളത്? അല്ലല്ലോ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അതിലും വേറെയുണ്ട്, പല പല ജാതി അങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ട്, എനിക്കറിയില്ല അതൊന്നും. പക്ഷെ എല്ലാവരും ഒന്ന് ചേർന്നിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരിൽ നിന്നാണ് നേടിത്തന്നിട്ടുള്ളത്. അവർ നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടുകാരെയും ദുരുപയോഗം ചെയ്തതുകൊണ്ട് അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് അല്ലേ. നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. ഈ പഠിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൂട്ടുകൂടി നടന്നിട്ടുള്ളത് അല്ലല്ലോ. ഈ ഒരു പാഠഭാഗം പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നമ്മളെല്ലാവരും ജാതിയോ മതമോ നോക്കാണ്ട് നമ്മൾ അടുത്തിരുന്ന് പഠിച്ച് നമ്മളാണ് ഇപ്പോൾ നീ മുസ്ലിം, നീ ക്രിസ്ത്യൻ, നീ ഹിന്ദു, ഞങ്ങൾ ഹിന്ദുക്കളാണ് ഇവിടെ വാഴേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗമ കാണിക്കുന്നത്. ഞാൻ ഒന്ന് പറയട്ടെ, ഇതൊന്നും ഒരിക്കലും നല്ലതല്ല, ഒരിക്കലും ഇത് നല്ലതല്ല. തലമുറകൾ പഴയ ഇപ്പോഴാണ് 2000 വോട്ടിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അതിനും താഴോട്ട് പോയാൽ പല കാര്യങ്ങളും ഉണ്ടാകും മക്കളെ കിട്ടാൻ. ഇതിപ്പോൾ എന്തിനാ അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല എന്നറിഞ്ഞുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനത്തെ ഓരോ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എന്നിട്ട് എന്തായി, ആർക്കും കണ്ടുപിടിക്കാണ്ടിരിക്കാൻ പറ്റൂല. എന്തിനാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള ആ ഒരു വേർതിരിവ് എന്തിനാ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മുസ്ലിമാട്ടോ, ഞാൻ ഒരിക്കലും ഒരാളെ ഹിന്ദുവാണ് മുസ്ലിമാണ് ക്രിസ്ത്യനാന്ന് പറഞ്ഞിട്ട് ആരെയും ഞാൻ വേർതിരിച്ച് കാണില്ല. എനിക്കെല്ലാവരും ഒന്നാ. ചെറിയ കുട്ടികളാണെങ്കിൽ അവരെനിക്ക് മക്കളാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ ഞാനങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഞാനൊരു മനുഷ്യനെയും കാണില്ല. എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ മുൻപിട്ട കല്യാണത്തിന് മുൻപൊക്കെ അച്ചച്ചൻ അവരൊക്കെ അങ്ങനെ തന്നെ വാപ്പ ഉമ്മ തന്നെ വിളിക്കുക. ഞങ്ങളും അമ്മേ അച്ചച്ച അമ്മമ്മേ അങ്ങനെയൊക്കെ ഞങ്ങൾ വിളിക്കുക. അമ്മാമ്മ ഒരു അങ്ങനെയാണ് ഞങ്ങളുണ്ടാവുക. എന്താണെന്നറിയില്ല ഇപ്പം എല്ലാവരും. പക്ഷെ എൻ്റെ നാട്ടുകാരൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പോഴും ഈ മീഡിയയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു മാറ്റം കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ നല്ല കൂളായി പഴയതുപോലെ തന്നെ ജീവിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാനായിട്ട് കമൻ്റ് ഇടണം പ്ലീസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താലേ ലൈവ് വരാൻ പറ്റും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ടായി നിൽക്കണേ. നമുക്ക് സംസാരിക്കാം. എനിക്ക് ഇനിയും സംസാരിക്കണം എന്നുണ്ട്, ലൈവൊക്കെ വരണമെന്നുണ്ട്. അതിന് നിങ്ങളെ ഫുൾ സപ്പോർട്ടും വേണം. ഈ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, താങ്ക് യു.